വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിൽ മേപ്പാടിയിൽ പ്രതിഷേധമാണ്. സ്ത്രീകളടക്കം റോഡിൽ കുത്തിയിരിക്കുകയാണ് പ്രതിഷേധക്കാർ. മുണ്ടക്കൈ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ വലിയ പ്രതിഷേധം, സ്ത്രീകളടക്കം മേപ്പാടിയിൽ പ്രതിഷേധിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, തുറന്നൊരു മൃഗശാലയായി മേപ്പാടി അല്ലെങ്കിൽ മുണ്ടക്കൈ ഭാഗമൊക്കെ മാറി എന്ന് തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. ആദ്യമായല്ല കാട്ടാനക്കളിയിൽ ഒരു ജീവൻ പൊലിയുന്നത്. 2023-ലും 2024-ലും ഒക്കെ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞത് ഞങ്ങൾ നേരത്തെ തന്നെ വാർത്ത നമ്മൾ നൽകിയതാണ്. ഇപ്പോൾ നമുക്ക് റോഡിൽ കാണാം. ഈ മേപ്പാടി ടൗണിലാണ് ഇപ്പോൾ പ്രദേശവാസികൾ, ഈ മേഖലയിലുള്ള തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ മേഖലയിലുള്ളവർ റോഡിൽ ഉപരോധിക്കുകയാണ്. ജെസ്സിയുടെ മൃതദേഹം ഇപ്പോഴും മേപ്പാടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ്. അതിനിടയിലാണ് മേപ്പാടി ടൗണിൽ വലിയൊരു പ്രതിഷേധം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ ഈ മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനൊടുവിലാണ് മേപ്പാടി ടൗണിലേക്ക് ഇപ്പോൾ ആളുകൾ എത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുടെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. പറ്റോ ഞങ്ങൾ ഈ കാശ്മീർ ഏരിയയുള്ള ആൾക്കാർ ആരും ഇതുപോലെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് തോട്ടം തൊഴിലാളികളാണ്. ഇത് ആദ്യമായിട്ടല്ലല്ലോ ഒരു ആംബുലൻസ് വരുന്നതുകൊണ്ട് ആംബുലൻസിന്റെ ആശുപത്രിയിലേക്ക് പോകുവാനുള്ള വഴി ഒരുക്കുകയാണ് ഇവിടെയുള്ള സമരക്കാർ. അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. നമുക്ക് വാഹനത്തിൽ കാണാം. ഈ വാഹനത്തിൽ മേപ്പാടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഒരു രോഗിയെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ ഇരുന്ന് പ്രതിഷേധിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ മാറിയിരിക്കണം. ചേച്ചി, ഇത് ആദ്യമായിട്ടല്ല കാട്ടാനക്കൽ. നിങ്ങളോട് ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു, ഇത് ആദ്യമായിട്ടല്ല. അവിടെ മൃഗങ്ങളെ ശല്യമുണ്ട്, ആനയുണ്ട്, കടുവണ്ട്, പാമ്പുണ്ട്, പല മൃഗങ്ങളെ ശല്യങ്ങൾ അവിടെ ഉണ്ട്. ഫോറസ്റ്റുകാരോട് പറഞ്ഞാൽ അവർ വരും, പടക്കം പൊട്ടിക്ക് അവർ പോകും. പിന്നെ നേരം പോലത്തെ ഞങ്ങൾ പണിക്കും. ഞങ്ങളൊരു പ്രശ്നക്കാരുള്ള ഏരിയ അല്ല അവിടെ. ഞങ്ങൾ പാവങ്ങൾ ജീവിക്കണം, തോട്ടം തൊഴിലാളികൾ ജീവിക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ മരിച്ച ജെസ്സിക്ക് ഒരു നീതി വേണം, അത്രേ പറയുന്നുള്ളൂ. അത് തന്നെയാണ് സ്മൃതി അവർ പറയുന്നത്. തോട്ടം തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുടെ അവരുടെ ഒരു വികാരമാണ്. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇത്തരത്തിൽ ജോലിക്ക് പോകുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. അതിൽ പ്രതിഷേധിച്ചാണ് മേപ്പാടി ടൗണിൽ ഇപ്പോൾ വലിയൊരു പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിക്കുകയാണ്. വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം വലിയ ഗതാഗതക്കുരുക്കുണ്ട്. രാവിലെ 6:30യോടുകൂടി കാട്ടാനയുടെ ആക്രമണത്തിലാണ് ജെസ്സിക്ക് ജീവൻ നഷ്ടമാവുന്നത്. ഭർത്താവ് ഷാജി അടക്കമുള്ള ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മൃതദേഹം പുറത്തേക്ക് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുവരിക. ഇവിടെയുള്ള കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങളൊക്കെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ആനയുടെ ശല്യമുള്ള സ്ഥലം? ആനയുടെ ശല്യം, ആനന്റെ വഴി കൂടെ ഞങ്ങൾ നടന്നു പോണത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കുഞ്ഞവറാൻ മരിച്ചല്ലോ നിങ്ങൾ അവിടെ കാട്ടാനാക്രമണത്തിൽ. ഇപ്പൊ എത്ര ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് എത്ര പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്? നിങ്ങളിവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നത് എന്താ നിങ്ങളുടെ ആവശ്യം എന്താണ്? കുടുംബത്തിനായി ആന പിടിക്കണം. ആ കുടുംബത്തിന് ഗവൺമെന്റ് ജോലി കൊടുക്കണം. ആ കുടുംബത്തിന് നോക്കണം. 5 ലക്ഷം റുപ്യ പോരാ, ഞങ്ങൾക്ക് 25 ലക്ഷം റുപ്യ ഞങ്ങൾക്ക് തരണം. 10 ലക്ഷം റുപ്യല്ലേ ചേച്ചി? പോരാ പോരാ, ഞങ്ങൾക്ക് ധനസഹായം വർദ്ധിപ്പിക്കണം. കാട്ടാനെ പിടികൂടണം എന്നൊരു ആവശ്യമുണ്ട്. പിടികൂടി ഞങ്ങൾക്ക് കാട്ടാനെ കൊല്ലണം ഞങ്ങളെ അഭിപ്രായം. കൊല്ലാൻ പറ്റുമോ? ഇത് കൊല്ലണം, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. ഞങ്ങൾക്ക് ആ കുടുംബത്തിന് ഒരു ഗവൺമെന്റ് ജോലിയും കൊടുക്കണം. 25 റുപ്യ തരുവും വേണം, എന്നാലേ ഞങ്ങൾ ഇവിടെ നടിക്കുള്ളൂ. ഇല്ലാണ്ട് ഞങ്ങൾ പോകൂല അവിടെ. സ്മൃതി, അവർ പറയുന്നത് നേരത്തെ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകും. അടിയന്തര ധനസഹായമായി കുടുംബത്തിലെ ഒരാൾക്ക് ആശ്രിത നിയമനം നൽകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് പോരാ. കുടുംബത്തിന് 25 ലക്ഷം രൂപ അടിയന്തരമായിട്ടുള്ള ധനസഹായമായി നൽകണം. അതോടൊപ്പം കുടുംബത്തിലെ ആൾക്ക് ഒരു ആശ്രിതന് നിയമനം നൽകണം എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. തീരുമാനമാകാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പ്രതിഷേധവുമായി റോഡിലെത്തിയ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ. ശരി, ആളുകളുടെ പ്രതിഷേധമാണ്. മുണ്ടക്കൈ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് സ്ത്രീകളടക്കമുള്ളവർ ആനയെ കൊല്ലണം എന്നാണ് വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്.